ആത്മീയത എന്ന് പറഞ്ഞാൽ കുറെ കൂടെ മനസ്സിലാവും. ആത്മാവിനെ ഉണർത്തുന്ന, ആത്മാവിന്റെ നിത്യസ്വസ്ഥതയ്ക്ക് വേണ്ടി, ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി, ആത്മാവിന്റെ നിത്യസമാധാനത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഒരുക്കത്തിനെയാകുന്ന ആത്മീയത എന്ന് പറയുന്നത്. അല്ലാതെ കുറെ വേഷം കെട്ടി കുറെ കർമ്മങ്ങൾ കാണിച്ചാൽ അതെല്ലാം നിന്റെ ശരീരത്തെയും നിന്റെ മനസ്സിനെ ഉണർത്താനും സന്തോഷിപ്പിക്കാനും. നിങ്ങൾ ഓരോന്നും എടുത്തു നോക്കും. പലയിടത്തും പല നേർച്ചകാഴ്ചകൾ ആത്മീയത്തിന്റെ പേരിലാണ്. അത് നേർച്ചകാഴ്ചകൾ ചെയ്തിട്ട് ഒടുവിൽ അതെടുത്ത് ഏതെങ്കിലും തോട്ടിൽ കൊണ്ട് ഒഴുകിക്കളയുകയല്ല, ഏതെങ്കിലും മൃഗങ്ങൾക്ക് കൊടുക്കുക, അത് വീണ്ടും അവസാനം ഓരോ ജനങ്ങൾക്ക് കൊടുക്കുക, ഭക്തജനങ്ങൾക്ക് കൊടുക്കുക, അവർ വേണ്ടിയിട്ട് ഭക്ഷിക്കുക. അതിന്റെ അർത്ഥം എന്താ? നിന്റെ ശരീരത്തെ പോഷിപ്പിക്കുക, അല്ലെ? ആ തിന്നുന്നത് ശരീരത്തെ പോഷിപ്പിക്കുക. പിന്നെ അവിടെ കാണുന്ന ചില വർണ്ണശബളമായ കണ്ണഞ്ചിപ്പിക്കുന്ന ചില വർണ്ണ ലൈറ്റുകളും നല്ല ദീപക്കാഴ്ചകളും നല്ല തരത്തിലുള്ള ഓരോന്ന് കണ്ടിട്ടില്ലേ? ഇത് മനസ്സിനെ ആനന്ദിപ്പിക്കുക. മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന, ശരീരത്തെ പോഷിപ്പിക്കുന്ന പരിപാടി ചെയ്തിട്ട് പറയാം ഇത് ആത്മീയതയാണ്. എവിടെ? ഇന്ന് സന്ധ്യാസമയത്ത് ഞങ്ങളുടെ സത്യാവസ്ഥയെ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് യേശു കർത്താവ് യഹൂദന്മാരുടെ മുഖത്ത് നോക്കി എന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. നിങ്ങൾ ഇന്ന് സ്വതന്ത്രരല്ല. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും കെട്ടിയിട്ടിരിക്കുക. നോക്കിക്കേ, നിങ്ങളുടെ മനസ്സ് പറയുന്നതനുസരിച്ചാണ് നിങ്ങളുടെ ശരീരം നടക്കുന്നത്. മനസ്സിന്റെ മുമ്പിൽ വാലാട്ടിപ്പട്ടിയെ പോലെ ഈ ശരീരം നടക്കുക. നമുക്കറിയാം, നിങ്ങൾക്ക് വായിച്ചിട്ടില്ലേ? 3 വയസ്സുള്ള പെൺകുഞ്ഞിനെ 40 വയസ്സുകാരൻ പീഡിപ്പിച്ചു. 6 വയസ്സുള്ള മോളെ സ്വന്തം അപ്പൻ പീഡിപ്പിച്ചു. പേപ്പറിനകത്ത് വരുന്ന കഥകളാണ്, സംഭവങ്ങളാണ്. ഇത് പലയിടത്തും നടന്നത്. എന്താ സംഭവം? മനസ്സ് അവന് അതിലോട്ട് പ്രേരണ കൊടുത്തു. ഉടനെ ശരീരം അത് ചെയ്യാൻ പോയി. കണ്ടോ? മനസ്സിൽ ആദ്യം പ്രേരണ. മനസ്സ് പറയുന്നത് അനുസരിച്ചാണ് നടക്കുന്നത്. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളെ നയിക്കുന്നത്. മനസ്സ് നിങ്ങളെ നയിക്കുന്നത്. നിങ്ങൾ ആത്മീയരല്ല, നിങ്ങൾ ജഡികരാണ്. ആത്മാവ് നയിക്കണം നിങ്ങളെ. ആത്മാവ് നയിക്കുന്നവന് ആത്മീയൻ. 3 വയസ്സുള്ള പെൺകുഞ്ഞിനെ സ്വന്തം അപ്പൻ പീഡിപ്പിക്കുന്ന ചരിത്രം പത്രത്തിൽ വന്നു. എന്താ? അകത്ത് ആത്മാവല്ല അവനെ നയിക്കുന്ന. അവന്റെ ആത്മാവിനെ, അവന്റെ മനസ്സും ശരീരവും കൂടെ കെട്ടിയിട്ട് ചവിട്ടിക്കൂട്ടിയിട്ടിരിക്കുക. അവന്റെ ആത്മാവ് നിയന്ത്രിക്കുന്നില്ല. ആത്മാവല്ല അവനെ നിയന്ത്രിക്കുന്നത്. ആത്മാവിൽ നിന്ന് വിവേകം ഉണ്ടാകുന്നത്, ആത്മാവിൽ നിന്ന് നന്മയുണ്ടാകുന്നത്, അവിടെ നിന്ന് ധാർമ്മികത ഉണ്ടാകുന്നത്. ആത്മാവിൽ നിന്ന് ധാർമ്മികതയും നന്മയും വിവേകം ഉണ്ടാകുമ്പോഴാണ് അവന് തോന്നത്തുള്ളൂ, ഇത് എന്റെ കുഞ്ഞാണ്, എന്റെ കുഞ്ഞിനോട് ഞാൻ വേണ്ടാത്ത കാര്യം ചെയ്തുകൂടാ. അത് വരാത്ത എന്താ? അവനെ ആത്മാവല്ല നയിച്ചത്, അവനെ മനസ്സാ നയിച്ചത്. അവന്റെ മനസ്സിൽ ആ ചിന്ത കൊണ്ടിട്ടു, അവന്റെ ശരീരം അത് ചെയ്തു. മനസ്സ് പറയുന്നത് കേട്ട് ശരീരം ചെയ്യുന്നവൻ ജഡികന്, അവൻ ആത്മീയനല്ല. അവൻ മരിച്ച നിത്യതയെ പോകാൻ ആരെങ്കിലും ഒരു കർമ്മം നടത്തിയാൽ, ഏതെങ്കിലും ഒരു പാതിരിയോ ഏതെങ്കിലും പാസ്റ്ററോ ഏതെങ്കിലും പൂജാരിയോ കർമ്മം